السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فدعا ربه أني مغلوب فانتصر. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ സംശുദ്ധമാക്കണേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാന സമയം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ച ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ വളരെ തകൃതിയായി കൊണ്ട് നടക്കുന്ന മൗലിദ് ആഘോഷങ്ങളിൽ അതിൻ്റെ പരിപാടികളിലൊന്നും നേരിട്ട് പങ്കെടുക്കാതെ, കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടാവാതെ, തെറ്റു വരാതെ അതിൻ്റെ ചില സംഗതികളിലൊക്കെ ഒന്ന് സഹകരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്. നമുക്കറിയാം അത് തീർത്തും തെറ്റാണ്, പക്ഷെ കുടുംബക്കാർക്ക് അത് ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവർ ക്ഷണിക്കുമ്പോൾ
അത് വേണ്ടാന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രയാസം നേരിടുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് എന്നാണ്. ഈ ഒരു കാര്യം മൊത്തത്തിൽ പൊതുവെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് കേൾക്കുന്ന വലിയ ഒരു വിഷമം പിടിച്ച ആവലാതിയാണ്. കുടുംബബന്ധം തകർക്കുക എന്നത് നമുക്കൊരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം അതിന് വലിയ ഗൗരവമേറിയ ആയത്തുകൾ കൊണ്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കുടുംബബന്ധത്തിന്റെ കാര്യത്തിൽ. സത്യമാണ്. പക്ഷെ നമ്മൾ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുമ്പോഴാണല്ലോ കുടുംബബന്ധത്തിന്റെ പവിത്രതയിൽ നമുക്ക് ഭയപ്പാടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മുസ്ലിമാണ്, മുഅ്മിനാണ്. തൻ്റെ ഈ ലോകത്തെ ജീവിതത്തിന്റെ പരിപൂർണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു അവന്റെ വിചാരണ വേളയിൽ എന്നോട് ചോദിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അത് ഈമാനിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ, അള്ളാഹുവിന്റെ റസൂലുകളെ വിശ്വസിക്കുക എന്നത്. അതുപോലെ ഒന്നാണ് അള്ളാഹുവിന്റെ കിതാബിലുള്ള വിശ്വാസവും. നമ്മുടെ ഈമാൻ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പെട്ടവയാണ് ഇതൊക്കെ. അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസവും, പ്രവാചകന്മാരിലുള്ള വിശ്വാസവും, കിതാബിലുള്ള വിശ്വാസവും ഒക്കെ ഒരുപോലെ നമ്മൾ കൂടെ നിർത്തേണ്ടതാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി വിശ്വാസങ്ങളുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന വിശ്വാസിയായിക്കൊണ്ട് പറ്റൂല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുനിൽക്കണമെന്ന് പറയുന്നത്? അതിൽ ഈ മൗലിദ് പരിപാടികളിൽ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതിലെ ഒരു ഭാഗമാണ് മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത്. അത് ചൊല്ലാത്തൊരു പരിപാടി ഇല്ല. ഒരു പുതിയ വീട്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വളരെ അടുത്ത രക്തബന്ധമുള്ള കുടുംബത്തിൽ വീട് കയറിയിരിക്കുന്ന സമയത്ത് എന്നെ ക്ഷണിച്ചില്ല. അവർ വീട്ടിലേക്ക് കയറി. കാരണം എന്താ? അവിടെ അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവും, ഈ പറയുന്ന മങ്കൂസും പരിപാടിയൊക്കെ ഉണ്ടാവും. അത് എനിക്ക് പറ്റുന്നതല്ല. അതുകൊണ്ട് എന്നെ അതിലേക്ക് ക്ഷണിച്ചില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവർ എല്ലാവരും കുടുംബമൊക്കെ വരുന്ന വീട്ടിൻ്റെ പിന്നെ അതിലേക്ക് കയറിയിരുന്നതിനുള്ള കാര്യത്തിലേക്കൊക്കെ ക്ഷണിച്ചു. എന്നാൽ അന്നത്തെ ദിവസം ഫജറിന്റെ സമയത്ത് കയറിയിരിക്കുന്ന അവർ നടക്കുന്ന ആചാരങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ചില്ല. അതവർക്കറിയാം അതെനിക്ക് പറ്റൂല. അതെനിക്ക് പറ്റാത്തത് കൊണ്ടല്ല, അത് ഇസ്ലാമിന് പറ്റൂല എന്നതാണ്. എൻ്റെ വ്യക്തിപരമായ എനിക്ക് പറ്റോ ഇല്ലേ എന്നതല്ല. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എനിക്കത് പറ്റോ? അങ്ങനെയല്ല. ഇത് അള്ളാഹുവിന്റെ ദീനിൽ പറ്റാത്ത ഒന്നാണ്. അവിടെയാണ് നമ്മൾ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. എൻ്റെ ഇഷ്ടവും അനിഷ്ടവുമല്ല ഈ കാര്യത്തിൽ ഞാൻ മാറി നിൽക്കുന്നത്. ഇത് മുഹമ്മദുർ റസൂലുള്ള പഠിപ്പിച്ച ദീനിലില്ലാത്തതാ. ആ റസൂലുള്ള ആയിരക്കണക്കിന് തവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. റസൂലുള്ള ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വർത്തമാനം തന്റെ ജീവിതത്തിൽ. ഈ ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ മുഴുവൻ പുത്തനാശയവും അത് ബിദ്അത്താണ്, അത് വലാലത്താണ്, വഴിപിഴച്ചതാണ്. ആ വലാലത്തുകൾ മുഴുവനും ചെന്നെത്തുന്നത് നരകത്തിലാണ്. അപ്പൊ നരകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു കാര്യം ഇതിലുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ മാറി നിൽക്കുകയാണ്. സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി കുടുംബത്തെ അത് ബോധ്യപ്പെടുത്തുക. അതല്ലാതെ വ്യക്തിപരമായി എനിക്കത് പറ്റൂല, നിങ്ങൾക്കത് പറ്റും, അങ്ങനെയല്ല. എനിക്കും പറ്റൂല, നിങ്ങൾക്കും പറ്റാൻ പാടില്ല. കാരണം നിങ്ങൾ മുസ്ലിങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ്? ഏതാനും ചില കാര്യങ്ങൾ, ആ അത്തരം കാര്യങ്ങൾ പറയുന്ന സഹോദരങ്ങളിലേക്ക് നിങ്ങൾ ഈ ഖുതുബയുടെ ഭാഗം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞ 3 പ്രവാചകന്മാരുടെ ജീവിത ചരിത്രം
അതിനെ നേരെ മാറ്റിമറിച്ച് അതല്ല, ഖുർആനിൽ പറഞ്ഞതല്ല, വേറെ ഒരു ചരിത്രത്തെ മങ്കൂസ് മൗലൂദിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആനിനെതിരാണ് എന്ന കാര്യത്തിൽ ഒരു ലേശം തർക്കമില്ല. അതിന്റെ ആമുഖമായിട്ട് തന്നെ പറയുന്ന ഭാഗത്ത് കാണാം, മങ്കൂസ് മൗലൂദിലേക്ക് കടന്നതിന്റെ ഗദ്യ പദ്യങ്ങളിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ ഒരു വിശദീകരണമുണ്ട്. അതിൽ പറയുന്ന ഒന്നാമത്തെ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ചൊരു പച്ചയായ കളവും, ആ പ്രവാചകനെ കുറിച്ച് കളവും, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ നിഷേധിക്കലും, രണ്ടു കാര്യങ്ങളാണ് ഒന്നാമത്തെ വരിയിൽ കാണുക. അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം. നിങ്ങൾ അറിയണട്ടോ, ആദം നബിക്ക് എങ്ങനെയാണ് അള്ളാഹു ആദം നബിക്ക് പറ്റിപ്പോയ പാപം പുറത്തു കൊടുത്തത് നിങ്ങൾ അറിയണം. നമ്മളോട് പറഞ്ഞുതരാം എങ്ങനെയാ. മുഹമ്മദ് റസൂലുള്ളയെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാമും ഹവ്വയും തവസ്സുൽ ചെയ്തു. അങ്ങനെയാണ് അള്ളാഹ് പുറത്തു കൊടുത്തത്. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമ്പോൾ അത് അള്ളാഹ് പരിഗണിക്കുമെന്ന് ആദം നബിക്ക് മനസ്സിലായി. ഇതാരാ പറഞ്ഞെന്നത്? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്നോ? ആദം നബിയുടെ വിഷയത്തിൽ അള്ളാഹിന്റെ റസൂലാണല്ലോ ഖുർആൻ നമുക്ക് ഓതി തരുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ആയത്തുകൾ ഓതിത്തന്ന റസൂലുള്ള ഒരിക്കലും ഇങ്ങനെ ഒരു ആദം നബിയുടെ തവസ്സുല് പറഞ്ഞെന്നില്ല. ഇനി പറഞ്ഞു തന്ന ഇമാം ഹക്കീം റഹിമഹുള്ളയുടെ ഒരു ഹദീസാണ് പലപ്പോഴും ഇവർ കൊണ്ടുവരിക. അത് മൗളൂആണ് എന്നാണ് പറയുന്നത്. ദഈഫുമൊന്നും വിട്ടതാ, നിർമ്മിതമായ കെട്ടിയുണ്ടാക്കിയതാണ് എന്നത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞ ഒന്നാ. പിന്നെയും എങ്ങനെ ഇത് ആവർത്തിക്കുന്നു എന്നതാ. ഇനി ആ ഹദീസിലാണെങ്കിൽ തന്നെ അതിൽ ഒരുപാട് അപകടങ്ങൾ വേറെയുണ്ട്. ഒന്നാമത്തെ അപകടം, ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളയെ കൊണ്ട് തവസ്സുലായി അള്ളാഹിനോട് തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹ് ആദം നബിയോട് ചോദിക്കുകയാണ്, കൈഫ അറഫ്ത മുഹമ്മദ്? ആദം, നിനക്കെങ്ങനെ മുഹമ്മദിനെ അറിയാം? ഞാൻ ഇതുവരെ മുഹമ്മദിനെ പടച്ചിട്ടില്ലല്ലോ. മുഹമ്മദിനെ ഇതുവരെ ഞാൻ, ആ ഹദീസിലുള്ള ഭാഗട്ടോ, ഞാൻ ഇതുവരെ പടച്ചിട്ടില്ല. ഇവര് കൊണ്ടുവരുന്ന ഹദീസിൽ തന്നെ അവര് പറയാ ഞാൻ ഇതുവരെ മുഹമ്മദിനെ പടച്ചിട്ടില്ല എന്ന് അള്ളാഹ് പറഞ്ഞു എന്ന്. പക്ഷെ ഇവരുടെ വാദം എന്താണെന്നറിയോ? ആദം നബിക്കും മുമ്പ് അള്ളാഹു പടച്ചത് മുഹമ്മദ് റസൂലുള്ളയെയാണ് എന്നാ. ഇവർ കൊണ്ടുവരുന്ന ആ ഒരു ദഈഫായ മൗളൂആയ ആ ഒരു ദുർബലമായ വരികളിൽ തന്നെ ഇവരുടെ വാദം തന്നെ പൊളിയുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, വേറൊരു വിശദീകരണമാണ്, അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി കൊണ്ട് ഈ വിഷയത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ അതിന്റെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. സൂറ ബഖറയിൽ അതിന്റെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാ, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ. ആദം നബി അലൈഹിസ്സലാമിനു തെറ്റു സംഭവിച്ചപ്പോൾ അവർക്ക് ആ തെറ്റിൽ നിന്ന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവേണ്ടത് എന്ന് അള്ളാഹ് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ചില കലിമാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിച്ചു കിട്ടിയ കലിമാത്തുകൾ കൊണ്ട് അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, തീർച്ചയായും ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമാണ് അള്ളാഹു. അപ്പൊ എന്താണ് അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന? അത് സൂറത്തു അഅറാഫിൽ അതിന്റെ 23-ാമത്തെ വചനത്തിൽ എന്താണ് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത് എന്ന് ഖുർആനിൽ പറഞ്ഞുതരാം. ഖാല, അവര് ഇരുവരും അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നാഥാ,
വലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് തന്നെയാണ് അക്രമം കാണിച്ചതല്ലോ. വഇല്ലം തഗ്ഫിർ ലനാ, അതിന് അല്ലാഹ് നീ ഞങ്ങൾക്ക് മാപ്പേകിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് നീ അത് പുറത്തു തന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ മാപ്പുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായിട്ടും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായി പോകും. അപ്പൊ അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചത് എന്ന് അള്ളാഹ് പറഞ്ഞു തരുമ്പോ അല്ല, മുഹമ്മദ് നബിയെ കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്ന് മങ്കൂസിൽ എഴുതി വെക്കുമ്പോ ആ എഴുതി വെക്കുന്നതിന് റസൂലുള്ളയുടെ യാതൊരു തരത്തിലുള്ള വിശദീകരണവുമില്ല, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് എതിരുമായി വരിക. അപ്പൊ അത് ചൊല്ലുന്ന സദസ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ചൊല്ലണില്ല. സദസ്സ് അവിടെ ഉണ്ട്, അതിന്റെ മുറ്റത്ത് ഇങ്ങനെ ഓരെങ്ങനെ സഹായിച്ചിങ്ങാണ്ട് ഞാൻ ഇവിടെ ഉണ്ട്, പക്ഷെ ചെല്ലിനോടത്തേക്ക് ഞാൻ വരൂല. മുറ്റത്തും വേണ്ട, മുറ്റത്തും പറ്റൂല. എന്തേ? അത് പറ്റാത്ത സംഗതി, അള്ളാന്റെ ശാപം കിട്ടുന്ന സംഗതിയാ ഖുർആനെ നിഷേധിക്കുക എന്ന് പറഞ്ഞ. അതിന് സദസ്സൊരുക്കുമ്പോ ഞാൻ ഇവിടെ കണ്ടിട്ടോ എന്ന് അറിയിച്ചിട്ട് അതിന് ചെറിയ തരത്തിലുള്ള ഒരു സഹകരണം പോലും നമുക്ക് പറ്റൂല. കാരണം എന്താ? ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ്. എന്റെ റബ്ബ് നാളെ മഹ്ശറയിൽ എന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളും ചോദ്യം ചെയ്യും. അവിടെ ഞാൻ അള്ളാന്റെ ആയത്തുകൾ നിഷേധിച്ചുകൊണ്ട് പാട്ടുപാടുന്നവരെ സഹായിക്കാൻ ഞാൻ അതിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നിന്നുകൊടുത്തു എന്ന് പറയുന്നത് പോലും എന്റെ പേരിൽ ഒരു കുറ്റമായിട്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അവരോട് പറയാം, നിങ്ങളോടൊരു വെറുപ്പില്ല. ഈ ഖുർആനെ നിഷേധിക്കുന്ന ആ കാര്യങ്ങളോടാണ് വെറുപ്പ്. അതുകൊണ്ട് നിങ്ങളും അതിൽ നിന്ന് എന്താവണം? രക്ഷപ്പെടണം, അല്ലെങ്കിൽ മഹ്ശറയിൽ പരാജയപ്പെടും. അത്ര കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞു തന്ന ഒന്നിനെ മാറ്റിപ്പറയാൻ ആർക്കാ സാധിക്കാം? ഇനി അതിന്റെ അടുത്ത ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നത് വസ്തഗാസ ബിഹി നൂഹ്. മങ്കൂസ് മൗലൂദിൽ രണ്ടാമത് പ്രവേശിക്കുന്നത് നൂഹ് നബിയെ കുറിച്ചൊരു കളവ് പറയലാണ്. നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞ കളവ് ചെറിയ കളവല്ലോ. ആ നൂഹ് നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ട് നൂഹ് നബിന്റെ ജനത അന്ന് പറഞ്ഞതിനേക്കാൾ അപകടം പിടിച്ച വർത്തമാനം എന്താ? നൂഹ് നബിന്റെ ജനത അന്ന് നൂഹ് നബിയെ പറ്റി പറഞ്ഞത്, ആ ജനത അല്ലാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് ഇറക്കിയ പ്രവാചകനെ വളരെ നിശ്ചിതമായി കൊണ്ടിട്ട് അവര് ചീത്ത വിളിച്ചു നൂഹ് നബി അലൈഹി സ്വലാമിനെ. എന്തൊക്കെ പറഞ്ഞതെന്നറിയോ? അവര് നൂഹ് നബിയെ പറ്റി പറഞ്ഞത്, കദ്ദബത് ഖബ്ലഹും ഖൗമ നൂഹിൻ ഫകദ്ദബൂ അബ്ദനാ വഖാലൂ മജ്നൂനും വസ്ദുജിർ. എന്താ പറഞ്ഞത്? നൂഹ് നബിയെ പറ്റി പറഞ്ഞത് നമ്മുടെ ദാസനെ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല, നീ ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞു, മജ്നൂനാണെന്ന് പറഞ്ഞു, അനക്ക് പിരാന്താണെന്ന് പറഞ്ഞു നൂഹ് നബിയെ നോക്കിയിട്ട് ആ ജനത. എന്തിന്റെ പേരില്? എന്തിനാണ് ആ ജനത നൂഹ് നബിനെ നീ ഭ്രാന്തനാണെന്ന് പറഞ്ഞത്? നീ അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞവനാ. റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാ നൂഹേ നീ പറയുന്നത്? ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ പോലെയുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരോട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നത് തെറ്റാണെന്നാണല്ലോ നൂഹേ നീ പറയുന്നത്. അത് പറയണമെങ്കിൽ സ്ഥിരബുദ്ധിയുള്ള സ്വയബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് നീ പിരാന്തനാ. അങ്ങനെയാ പറഞ്ഞത്, അതുകൊണ്ടാ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. പിന്നെയോ, അവര് ഭ്രാന്തനാണെന്ന് വിളിക്കുക മാത്രവുമല്ല, വിരട്ടി ഓടിച്ചു. ഓടുന്നു, നിൽക്കാൻ സമ്മതിച്ചില്ല, വിരട്ടി ഓടിച്ചു, പേടിപ്പിച്ചു ഓടിച്ചു ഓടുന്നു. എവിടുന്ന് ചെന്നാലും നോഹിനെ കണ്ട ആൾക്കാർ ഓടിക്കുക. എന്തിന്റെ പേരിലാണ്? അള്ളാഹ് മാത്രം മതി എന്ന് പറഞ്ഞതിന്റെ പേരിൽ. നിങ്ങൾ ഈ വിളിച്ചു തേടുന്നവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല, അവർ ഉത്തരം ചെയ്യൂല. നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ കൂട്ടരെ. അത് നിങ്ങളോട് പറയാൻ അള്ളാഹ് എന്നെ റസൂലായി നിങ്ങളിലേക്ക് നിയോഗിച്ചതാ എന്ന് പറഞ്ഞപ്പോഴാ പറഞ്ഞത് ഇത് ഭ്രാന്തന്മാര് പറഞ്ഞ വർത്താനാണ് നൂഹേ. എന്നിട്ടോ അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാം ഇത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായല്ലോ. വർഷങ്ങൾ ഒരുപാട് എടുത്തിട്ട് ഈ ജനതയോട് പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാണോട്ട് നോക്ക് ഓടിക്കുകയാണ്, ചീത്ത പറയാ, ഭ്രാന്തനെന്ന് വിളിക്കുകയാണ്. അപ്പോ അവിടുന്ന് നൂഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു.
അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പറഞ്ഞത്? അന്നീ മഗ്ലൂബുൻ ഫൻതസിർ. പടച്ചവനെ, ഈ ജനത്തിന്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇവരെ മുമ്പിലൊന്ന് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. നൂഹ് നബി അള്ളാഹിനോട് പറയാ, അവലാതി പറയാ, അതുകൊണ്ട് ഫൻതസിർ, അല്ലാഹ് നീ എന്നെ സഹായിക്കണേ. നോക്കൂ, ഇത്ര കൃത്യമായിട്ട് നൂഹ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഅ്മിനൂൻ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ ശുഅറാ, സൂറത്തുൽ നൂഹ്, ഇതിലൊക്കെ നൂഹ് നബിന്റെ ചരിത്രം ആയത്തുകൾ കൊണ്ട്, ഡസൻ കണക്കിന് ആയത്തുകൾ കൊണ്ട് വിശദീകരിച്ച് തന്നിട്ടും ആ ഒറ്റ ആയത്തും ഒന്ന് പരാമർശിക്കുക പോലും ചെയ്യാതെ മങ്കൂസ് മൗലൂദിന്റെ കിതാബിൽ അവര് പറഞ്ഞു, അല്ല, നൂഹ് നബിക്ക് പ്രതിസന്ധി വന്നപ്പോ വസ്തഗാസ ബിഹി നൂഹ്, നൂഹ് മുഹമ്മദ് നബിനെ കൊണ്ടാണ് അള്ളാഹിനോട് സഹായം തേടിയത്, ഇസ്തിഗാസ നടത്തിയത്, പ്രാർത്ഥിച്ചത്. അത് ചെല്ലണ സദസ്സിൽ നമുക്ക് ചെന്നിരിക്കാൻ പറ്റും. അവരോട് അവിടേക്കുള്ള സാധനമൊക്കെ അങ്ങ് കൊടുന്നേരട്ടോ എന്ന് പറയാൻ പറ്റുമോ? അടുക്കാൻ പറ്റൂല. അതിനൊട്ട് ഒരു തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും പാടില്ല. എന്താ? നൂഹ് നബിയെ പറ്റിയിട്ട് അങ്ങേയറ്റം വലിയ കളവ് പറഞ്ഞു എന്ന് മാത്രമല്ല, അള്ളാഹ് ആ വിഷയത്തിൽ അവതരിപ്പിച്ച ആയത്തുകൾ മുഴുവനും നിഷേധിച്ചു. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ! ഇത് നിസ്സാരമാണോ? ഇതൊരു ചെറിയ കാര്യമാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, നൂഹ് നബി അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഇവരെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ പരാജയപ്പെട്ടല്ലോ അല്ലാ, നീ എന്നെ സഹായിക്കൂലേ എന്ന് അള്ളാഹിനോട് നൂഹ് നബി പറഞ്ഞപ്പോ അല്ലാഹ് പറയാ, ഫഫതഹ്നാ അബ്വാബസ്സമാ, ആകാശങ്ങളുടെ കവാടങ്ങൾ മുഴുവനും അല്ലാഹ് തുറന്നു. ബിമാഇൻ മുൻഹമിർ, ആ കവാടങ്ങളിലൂടെ കോരിച്ചെരിയുന്ന മഴ അങ്ങോട്ട് വർഷിച്ചു. അവിടെ ആ ജനതയെ പ്രളയത്തിന്റെ മുകളിൽ മുങ്ങിത്താഴുന്നവരാക്കി അള്ളാഹു നിർത്തി. അത്ര അപകടം പിടിച്ച ജനതയായിരുന്നു അത്. 950 കൊല്ലമാ നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് അള്ളാനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞത്. 1000 വർഷത്തിന് 50 വർഷം കുറവെന്ന ഖുർആൻ നമുക്കത് പറഞ്ഞു തന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാണ്, ഇത്ര കഷ്ടപ്പെടുത്തിയ ഒരു ജനത അന്ന് അവർ പറഞ്ഞതിനേക്കാൾ മോശമാക്കി ഇന്ന് ഒരു ജനത നൂഹ് നബിയെ പറ്റി പറയുമ്പോ, ആ ജനത ഒരിക്കലും പറഞ്ഞില്ലട്ടോ നൂഹ് അല്ലാത്തവരോട് വിളിച്ച് തേടുന്ന ആളാന്ന്. ആ ജനത, നൂഹേ, നീ എന്താ ഞങ്ങളോടൊപ്പം ഇവരെ വിളിച്ച് തേടാത്തത്? ഇതല്ലേ ശരിയായ മാർഗം എന്ന് ചോദിച്ചിട്ടുള്ളൂ. നൂഹ് അല്ലാത്തവരോട് തേടിയവനാണ് എന്ന് നൂഹ് നബിന്റെ ആ ശപിക്കപ്പെട്ട ജനത ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളെ കൂടെയുള്ള ഈ ആളുകൾ മങ്കൂസ് മൗലൂദ് ചെല്ലാണെങ്കിൽ പറയണം നൂഹ് അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ആളാണ്. അപ്പൊ ആരാ ഏറ്റവും വലിയ മോശക്കാര്? ആ മോശക്കാര് നടന്ന ആ പരിപാടിയിൽ നമ്മൾ പങ്കാളിയാവാൻ പറ്റുമോ? പറ്റൂല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖമറിലെ ആയത്തുകളൊക്കെ നിങ്ങളൊന്ന് അതിന്റെ തുടക്കം മുതൽ ഞാൻ ഓതിയ ഈ ആയത്ത് ഖമറിലെ 9, 10, 11 ആയത്തുകളാണ്. ഇനി അതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നൂഹ് നബിയെ കഴിഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ടും പറഞ്ഞു. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞത്? വകാന ഫീ സുൽബി ഇബ്രാഹിം, ഇബ്രാഹിം എങ്ങനെയാണ് ആ നമ്രൂദ് ഒരുക്കിയ തീക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നറിയോ? ആരാ പറഞ്ഞു നമ്മളോട് ചോദിക്കണത്? നിങ്ങൾക്ക് അറിയോന്ന് ആരാ ചോദിക്കണെന്നറിയോ? മങ്കൂസ് മൗലൂദിൽ. ആരാ ഈ വരികൾ എഴുതി ഉണ്ടാക്കിയത്? ഈ ചോദിക്കുന്ന ആൾ ആരാ? ഈ എഴുതിയ ആൾ ആരാ? ഇന്ന് വരെ ഒരാൾക്കും അറിഞ്ഞിട്ടില്ല ആ ആൾ ആരാണ്. മറഞ്ഞു നിൽക്കുന്ന ഒരു യഹൂദി, ഒരു ജൂതൻ എവിടെയോ ഉണ്ട് എഴുതിയോൻ. മുസ്ലിമായ ഒരു മനുഷ്യന്റെ പേരും അത് എഴുതിയതിലേക്ക് ഇല്ല. കളവ് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ മുസ്ലിമായ ഒരു മനുഷ്യനിൽ നിന്ന് എഴുതിപ്പെട്ടതല്ല ഇത്. അയാൾ ചോദിക്കുക, എഴുതിയ ആള് ചോദിക്കുക, ഇബ്രാഹിം നബി എങ്ങനെ നമ്രൂദ് ഒരുക്കിയ തീക്കൊണ്ട് രക്ഷപ്പെട്ടു എന്നറിയോ? മുഹമ്മദ് നബിയുടെ പ്രകാശം 100 ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടു എന്നാ മൗലൂദ് ഓതാനിരിക്കുന്ന സദസ്സ് നിന്ന് ഉസ്താദുമാര് വിളിച്ചു പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്താ വിളിച്ചു പറയുന്നത്? അല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, നൂഹ് നബിയുടെ ജനത, ഇബ്രാഹിം നബിയുടെ ജനത ഇബ്രാഹിം നബിയെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ആളുകൾ എങ്ങനെ വരിക? കാരണം ഇബ്രാഹിം നബി എന്താ ചെയ്തത്?
കൂട്ടരെ, നിങ്ങളുടെ കൈകൾ കൊണ്ട് രൂപപ്പെടുത്തിയുണ്ടാക്കിയ രൂപങ്ങളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് അല്ലേ? അവർ പറഞ്ഞു അതെ. അപ്പൊ നിങ്ങളെ തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവ് ഉണ്ടാകുമ്പോ അവനല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? അവനല്ലേ ശരിക്കും നിങ്ങളുടെ റബ്ബ്? ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു രൂപത്തെ ഞാൻ ഭയപ്പെടൂല, അതിനോട് ഞാൻ പ്രാർത്ഥിക്കൂല, അതിനോട് സഹായം നേടൂല. കാരണം അത് ദുർബലനാണ്, നിങ്ങൾ ഉണ്ടാക്കിയതാ. അത് നമ്മൾ പറഞ്ഞു കേൾക്കാനുള്ള കാത് അതിനില്ല, കണ്ണില്ല, കയ്യില്ല, കാലില്ല, ഒക്കെ പറഞ്ഞു കൊടുത്ത ജനതയോട്. പക്ഷെ ഓർക്കത് ഭയങ്കര ഒരു വർത്താനായി തോന്നി. ഇത്ര കാലം നമ്മളെ വാപ്പപ്പാപ്പന്മാരായിട്ട് ഉണ്ടാക്കി വരുന്ന ഈ രൂപങ്ങള്, ഇതിനൊന്നും നമ്മളെ സഹായിക്കാൻ കഴിയില്ലെന്നാണ് ഇബ്രാഹിം നീ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു അതെ, അള്ളാഹു മാത്രമാണ് സഹായി, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ നൂഹ് നബിയെ ഏതൊരു തരത്തിലാണോ ജനത കൈകാര്യം ചെയ്തത്, അതേ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവർ കൈകാര്യം ചെയ്തു. എറിഞ്ഞു ഓടിക്കാൻ തുടങ്ങി. അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിടിച്ചു കെട്ടി തീക്കുണ്ടിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വരുന്ന ജനത അവിടുന്ന് ആർത്തു വിളിച്ചു പറയാ. എന്താ പറഞ്ഞത്? ഖുർആൻ എന്തിനാ നമുക്കത് കേൾപ്പിച്ചു തന്നത്? അവരുടെ ആർപ്പ് വിളി, അവര് പറഞ്ഞ വർത്തമാനം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയയിലെ അതിന്റെ 68-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാ, ആ വരുന്ന ആളുകളെ ഖാലൂ, അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഹർരിഖൂ വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ, ഇവനെ കത്തിച്ചു കരിച്ചു കളയണം, ഇനി ഇവന് ജീവനോടെ നിർത്താൻ പറ്റില്ല. എന്തിന്? ഫൻസുറു, നിങ്ങൾ രക്ഷപ്പെടുത്താൻ. ആരെ? ആലിഹത്തുക്കും, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യന്മാർക്കൊരു നിലനിൽപ്പ് വേണോ? എങ്കിൽ നിങ്ങൾ ഇവനെ കത്തിച്ചു കളയണം. അതിന് തീക്കുണ്ടിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിച്ചെറിഞ്ഞൂന്ന, ദൂരെ നിന്ന് എറിഞ്ഞൂന്ന, അടുത്തേക്ക് പോലും അടുക്കാൻ പറ്റൂല, അത്ര കത്തി ജ്വലിച്ചു നിൽക്കുകയാണ്. അടുത്തു പോകുന്ന ആളുകൾ പോലും കരിഞ്ഞു വീഴും. അതുകൊണ്ട് ഒരാൾക്ക് പിടിച്ചോണ്ടേ തള്ളാൻ പറ്റൂല, വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആ തീയിലേക്ക് ഇട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനോട് അള്ളാന്റെ കൽപ്പന വന്നു. ഖുൽനാ, നാം ആ തീയോട് പറഞ്ഞു. സൂറത്തു അംബിയയിലെ 69-ാമത്തെ വചനം, 68 കഴിഞ്ഞാൽ 69-ാമത്തെ വചനം. ഖുൽനാ യാ നാറു കുനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയേ നീ ഇബ്രാഹിമിന് സമാധാനവും തണുപ്പുമായാൽ മതി എന്ന് അള്ളാഹ് കൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ടു എന്ന് അള്ളാഹ് നമുക്ക് പറഞ്ഞുതരാം പരിശുദ്ധ ഖുർആനിൽ. മങ്കൂസുകാരൻ പറയാ അല്ലട്ടോ, അങ്ങനെയല്ല. എങ്ങനെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത്? മുഹമ്മദ് നബിയുടെ നൂറ് ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാ, അല്ലെങ്കിൽ കാണായിരുന്നു എന്നാ. ഇതിലേത് വിശ്വസിക്കണം? ഖുർആൻ വിശ്വസിക്കണോ, അതല്ല മങ്കൂസ് വിശ്വസിക്കണോ? ഇനി വേറെ ഒന്നും കൂടി ഉണ്ട് ഇതിന്റെ കൂടെ പറയാൻ. ഇതിപ്പോ ഈ മാസേ പറയുള്ളൂ. അടുത്ത മാസത്തിലേക്ക് റബിയുൽ ആഖറിലേക്കാണ്ട് കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മുഹമ്മദ് നബി കൊണ്ട് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഇവർ ആ പ്ലേറ്റ് കണ്ട് മാറ്റി വെക്കും. എന്നിട്ട് ഇവർ പറയും എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ ആരാ നൂഹ് നബിനെ പ്രളയത്തിൽ അദ്ദേഹത്തിന്റെ കപ്പൽ താങ്ങിപ്പിടിച്ച് രക്ഷപ്പെടുത്തിയതെന്ന് ആരാന്നറിയോ? അനകുന്തു മഅ നൂഹിൻ, ഞാനായിരുന്നു നോഹിന്റെ കൂടെ കപ്പലിനെ രക്ഷപ്പെടുത്തിയത് എന്ന് വേറെ ഒരു കഥാപാത്രം കൂടി ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം അടുത്ത മാസം റബിയുൽ ആഖിർ എന്ന് പറയുന്ന മാസം വന്നാൽ അത് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മരണ ദിവസമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആണ്ടാണ്. അപ്പൊ മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി എന്താ പറയുന്ന അറിയോ? നമ്മൾ ഒരു 10 ദിവസം മുമ്പ് വരെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞിരുന്നു കൂട്ടരെ, അത് നമ്മൾ മാറ്റാണ്. നമ്മളിപ്പോ എന്താ പറഞ്ഞെന്നറിയോ? നൂഹ് നബിനെ രക്ഷപ്പെടുത്തിയത് മുഹ്യിദ്ദീൻ ഷെയ്ഖാണ്. അപ്പൊ 3 വാദമുണ്ട്. അള്ളാഹ് ഒരു വാദം ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്, മങ്കൂസറൻ ഒരു വാദം അതിൽ പറഞ്ഞിട്ടുണ്ട്, ഖുതുബിയത്തിലൊരു വാദം ഇതൊക്കെ ഞാനാണ് എന്നാണ്. അനകുന്തു മഅ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കൂടെ ഞാനായിരുന്നു. മാത്രല്ല അനകുന്തു മഅ ഇസ്മാഈൽ, ഇസ്മായിൽ അറക്കാൻ കൊണ്ടപ്പോൾ ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആര്? മുഹ്യിദ്ദീൻ ഷെയ്ഖ് ആയിരുന്നു. അപ്പൊ ഏതാ വിശ്വസിക്കുക? ഏതാ വിശ്വസിക്കുക? വിശ്വസിക്കേണ്ടത് ഖുർആനാണ്. അത് നമ്മളെ ഈമാന്റെ ഭാഗ. അതിന്റെ അപ്പുറമായി പരടിയായിട്ട് ഏതൊന്ന് വന്നാലും അത് പിശാചിൽ നിന്നാണ്, തള്ളിക്കളയണം. അതുകൊണ്ട് കുടുംബങ്ങളിൽ ഈ തരത്തിൽ നമ്മളെ ക്ഷണിക്കുന്ന ആളുകളോട് വളരെ നസീഹത്തോടുകൂടി, ഒരിക്കലും ഗൗരവമുണ്ടാവരുത്, വളരെ അവരുടെ മനസ്സ് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവരോട് പറയണം, ഇതിൽ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്,
ഇത് ഖുർആനിനെതിരാണ്, പ്രവാചകന്മാരെ നിന്ദിക്കലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഇതിന് നിങ്ങളോട് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെപ്പോലെ ഇത് ചൊല്ലിയതിന് നരകത്തിൽ നമ്മളും പോണ്ടി വരും. അപ്പോൾ ഒരു ചോദിക്കും ഞങ്ങൾ നരകത്തിലാ? എന്താ സംശയം? എന്താ സംശയം? അള്ളാന്റെ ഖുർആനെ നിഷേധിച്ചാലോ കാഫറല്ലേ, നരകത്തിലല്ലേ? പ്രവാചകന്മാരെ പരിഹസിച്ചാൽ നരകത്തിലല്ലേ? നിങ്ങൾ വേഗം കഴിച്ചിലായിക്കോളി, തൗബ ചൊല്ലിക്കോളി. അറിയാത്തതിന്റെ പേരിൽ നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങളിതിൽ പെടുത്തിയതാ. അതിന് രക്ഷപ്പെട്ടോ? ഏതൊരു ഉസ്താദിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചോ, ഉസ്താദെ നൂഹ് നബിയുടെ കാര്യത്തിൽ നിങ്ങൾ പറയും റസൂലുള്ളാഹിയാണ് രക്ഷപ്പെടുത്തിയതെന്ന്. മാസം കൊണ്ട് മറിഞ്ഞ നിങ്ങൾ പറയും അല്ല മൊയ്തീൻ ശൈഖാണെന്ന്. ഇതിലേതാ നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് ഉസ്താദിനോട് ചോദിച്ചോട്ടെ. ഉസ്താദ് ഉണ്ടല്ലോ, ഓരോ പള്ളിയിലും ഖതീബന്മാരുണ്ടല്ലോ, മുദരീസന്മാരുണ്ടല്ലോ, അവരോട് ചെന്ന് ചോദിക്കട്ടെ, ഉസ്താദെ ഏത് വിശ്വസിക്കണം? ഖുർആനിൽ പറഞ്ഞത് വിശ്വസിക്കണോ? മങ്കൂസിൽ പറഞ്ഞത് വിശ്വസിക്കണോ? കുത്തുബിയത്തിൽ ചൊല്ലുന്നത് വിശ്വസിക്കണോ? ഏതാ വിശ്വസിക്കേണ്ടത്? ഏതാ നമ്മുടെ ഈമാനിന്റെ ഭാഗം? മൂന്നും കൂടി ശരിയാവില്ല. കാരണം എന്താ? മൂന്ന് വാക്ക. മൂന്നില് പറഞ്ഞു ഒന്നാണ് നമുക്ക് വിശ്വസിക്കാം, മൂന്നില് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാ. ആയതുകൊണ്ട് ആയത്തുകളെ നിഷേധിക്കുന്നവൻ കാഫിറാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി മുഴുവനും കുഫ്റാണ്, നരകം ചോദിച്ചു മേടിക്കുക. അതുകൊണ്ട് രക്ഷപ്പെട്ടോളി എന്ന് കൃത്യമായി നമ്മുടെ സഹോദരങ്ങളോട്, അയൽവാസികളോട്, ബന്ധുമിത്രാദികളോട് നസീഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുക. അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്സത്തുള്ള മുസ്ലിങ്ങളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ ആഘോഷത്തോടു കൂടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മത്തിലേക്ക് ഈ സന്ദേശം എത്തിക്കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ അവരുടെ രണ്ട് ലോകവും രക്ഷപ്പെടും. അതിന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് കുടുംബങ്ങളോട് ഈ കാര്യം നിങ്ങൾ ദഅവത്തിന്റെ മാർഗമായിട്ട് എത്തിക്കണേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, നമ്മളൊക്കെ രോഗികളെ സന്ദർശിക്കുന്ന ആളുകളാണ്. കുടുംബങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ സന്ദർശിക്കുക. രോഗ സന്ദർശനം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇത് ചെറിയ സുന്നത്തല്ല കേട്ടോ, വലിയൊരു കാര്യമാണ്. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗികളെ സന്ദർശിക്കുമ്പോൾ ഒരിക്കലും ആ രോഗികളുടെ രോഗം ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് അയാളെ ഇരുന്നിട്ട് വർത്തമാനം പറയാൻ പാടില്ല. അയാൾക്ക് മനസ്സിനു സമാധാനം ലഭിക്കാനാണ് നമ്മൾ സന്ദർശകരായിട്ട് ചെല്ലുന്നത്. ഇപ്പോൾ ഒക്കെ ഒരുപാട് റാഹത്തുണ്ട് അല്ലേ, സമാധാനം ഉണ്ടല്ലേ, അള്ളാഹ് നിങ്ങൾക്ക് ഷിഫയാക്കി തരട്ടെ, ബേജാറാവേണ്ടതില്ല. രോഗങ്ങൾ തരുന്നവൻ അള്ളാഹു അല്ലേ, ആ അള്ളാഹ് നമുക്ക് ഷിഫ തരും. അല്ലാഹുമ്മ അൻത ശാഫിഉ ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക. അള്ളാഹുവേ, നീ ഷിഫ നൽകാതെ ഇത് ഷിഫ ആവൂല. ശിഫാഅൻ ലാ യുഖാദിറു സഖമ. പടച്ചവനെ, നീ ഷിഫ നൽകുമ്പോൾ ഇനി അതിൻ്റെ യാതൊരു പ്രയാസവും ബാക്കി നിൽക്കാത്ത തരത്തിൽ ഇദ്ദേഹത്തിന് നീ ഷിഫ നൽകണേ എന്ന് ആ രോഗിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ചില കുടുംബങ്ങളിൽ രോഗിയുടെ അടുത്ത് നിന്ന് വീട്ടിലത്തെ ആള് ഈ രോഗിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞമ്മക്കിങ്ങനെ പറഞ്ഞു തരും. 2 ദിവസം മുമ്പൊക്കെ ആളൊക്കെ നോക്കിയെന്ന് ഇപ്പൊ തീരെ നോക്കണില്ലേ. ഇതൊക്കെ ഇയാൾ കേൾക്കുന്നുണ്ടാവും, കേൾവിക്കൊരു കുഴപ്പമുണ്ടാവില്ല. അയാൾ എടുത്ത് നിന്നുകൊണ്ട് അയാൾക്കുള്ള രോഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാനേ പാടില്ല. നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവരോട് ചോദിച്ചാൽ, ആ രോഗിയുടെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സമ്പ്രദായം തന്നെ ഒഴിവാക്കണം. ഇതേപോലെ തന്നെ ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, 3 ദിവസമേ കിടന്നിട്ടുള്ളൂ, 4ാമത്തെ ദിവസം മരിച്ചില്ലേ. ഇതൊക്കെ അവിടെ നിന്ന് അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇപ്പോഴും രോഗി സന്ദർശനത്തിൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. പാടില്ല. ആ രോഗിക്ക് സമാധാനം ഉണ്ടാകുന്നവർ വളരെ കുറച്ച് സമയം നിൽക്കാനും പാടുള്ളൂ കേട്ടോ.
അവിടെ നിന്ന് ഇറ്റങ്ങളൊന്ന് പോയി കിട്ടിയാൽ തിരക്കിടില്ല എന്നൊരു ചോദാൻ പാടില്ല. കുടുംബക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. രോഗിയെ സന്ദർശിക്കുക, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഹിദ്മത്ത് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുക, സാമ്പത്തികമായിട്ടോ മറ്റൊക്കെ അതൊക്കെ ചോദിക്കുക. അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അതൊക്കെ ചോദിക്കണം. ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കാം. അതിന് പറ്റുന്ന ആളുകളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇത് അന്ന സ്ഥലത്ത് രോഗിയുണ്ട് കേട്ടോ, മരുന്നിനൊക്കെ വിഷമമുണ്ട്, നമുക്കത് അറിയുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ എമ്പാടും ആളുകളുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യണം. രോഗിയെ സന്ദർശിക്കുന്നത് ആ വീട്ടുകാർക്കും രോഗിക്കും ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാക്കരുത്. ഒരുപാട് വിഷയങ്ങൾ അതിൽ കാണുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് നമ്മളറിയാത്ത രോഗങ്ങൾ കൊണ്ട്, ശരീരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹുവേ ആ തരത്തിലുള്ള മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ടും നാഥാ നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ, നിന്റെ കാവലിന് നീ നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.